യൂറോപ്പിലെ പ്രധാനപ്പെട്ട ലീഗുകളെല്ലാം അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ്. ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട ലീഗുകളെല്ലാം അവസാന റൗണ്ട് മത്സരങ്ങളിലേക്ക് അടുക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൻ്റെയും യൂറോപ്പ ലീഗിൻ്റെയൊക്കെ ഫൈനൽ മത്സരത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളെല്ലാം അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ആരാധകരൊക്കെ ഏറെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് സ്പാനിഷ് ലാലിഗ മത്സരങ്ങളാണ്. ഒന്നാമതുള്ള ബാഴ്സയും രണ്ടാമതുള്ള റയലും തമ്മിൽ 4 പോയിന്റിൻ്റെ വ്യത്യാസമാണുള്ളത്. ഈ 4 പോയിന്റ് റയൽ മാഡ്രിഡിന് മറികടക്കാൻ കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ഈ 4 പോയിന്റിന്റെ വ്യത്യാസം റയലിന് മറികടക്കണമെങ്കിൽ ബാഴ്സലോണ ഒരു കളി പരാജയപ്പെടുകയും ഒരു കളി സമനിലയാവുകയും വേണം. റയലാകട്ടെ എല്ലാ കളികളും വിജയിക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് ആരാധകരൊക്കെ ഇത്ര നാൾ കാത്തിരുന്ന ആ റയൽ മാഡ്രിഡ് ബാഴ്സലോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത്. ഒരുപക്ഷെ ഇത്തവണത്തെ ലാലിഗയുടെ വിധി തന്നെ മാറ്റിയേക്കാവുന്ന ഈ പോരാട്ടം എങ്ങനെ കാണാമെന്നതും ആരാധകർക്കുണ്ടാവുന്ന പ്രധാന സംശയമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്പാനിഷ് ലാലിഗ മത്സരങ്ങൾ ഇന്ത്യയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്താനുള്ള അവകാശം ലഭിച്ചിട്ടുള്ളത് ഫാൻഗോഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ മത്സരം കാണാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ടെലിവിഷനിൽ ഒരു ചാനലിലും ഈ മത്സരം ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ മത്സരങ്ങൾ കാണാനുള്ള മറ്റു മാർഗങ്ങൾക്കായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. ആരാധകരേവരും മറ്റൊരു എൽ ക്ലാസിക്കോ മത്സരത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഈ തകർപ്പൻ പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.